പെർഫ്യൂം അടിച്ചാൽ നിങ്ങൾക്ക് മൂക്കടയുന്നുണ്ടോ? ഏതെങ്കിലും എ സി റൂമിലേക്ക് കയറുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് മൂക്കൊലിപ്പ് വരുന്നുണ്ടോ? ഏതെങ്കിലും യാത്രയിൽ പെട്ടെന്ന് ഒരു ടെമ്പറേച്ചർ ചേഞ്ചസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് തുമ്മലും മൂക്കടപ്പും സ്ഥിരമായി വരുന്നുണ്ടോ? എങ്കിൽ ഇത് വാസോമോട്ടോർ റൈനൈറ്റിസ് എന്ന കണ്ടീഷൻ ആയിരിക്കാം. വാസോമോട്ടോർ റൈനൈറ്റിസ് ഉള്ള ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ കുറഞ്ഞു വരും എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ട്രിഗർ എന്തെന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. ഓരോ ആൾക്കും ഓരോന്നായിരിക്കും ട്രിഗർ. ചില ആൾക്കാർക്ക് സ്ട്രോങ് പെർഫ്യൂംസ് ആയിരിക്കാം, ചിലർക്ക് AC ആയിരിക്കാം, ചിലർക്ക് പെട്ടെന്നുണ്ടാകുന്ന ടെമ്പറേച്ചർ ചേഞ്ച് ആയിരിക്കാം, ചിലപ്പോൾ സ്പൈസി ഫുഡ് എടുക്കുന്ന സമയത്തും ഇങ്ങനെ കാണിക്കും. സിംറ്റംസ് വരുന്ന സമയവും അതിന് തൊട്ട് മുമ്പ് എന്ത് കാര്യത്തിനോടാണ് നിങ്ങൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ളത് എന്നുള്ളതും നിങ്ങൾ സ്ഥിരമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനും ഒഴിവാക്കാനും സാധിക്കും. സ്ട്രോങ് സ്മെല്ലാണ് നിങ്ങൾക്ക് ട്രിഗർ ആവുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെർഫ്യൂംസ്, അതുപോലെ തന്നെ റൂം ഫ്രഷ്നേഴ്സ്, പലപ്പോഴും റൂം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ബെറ്റർ ആവും. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാർ പെർഫ്യൂംസ് ഉപയോഗിച്ചാൽ പോലും നിങ്ങൾക്ക് ട്രിഗർ ആവുന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. സ്മോക്കാണ് നിങ്ങളുടെ ട്രിഗർ എങ്കിൽ പലപ്പോഴും സിഗരറ്റിൻ്റെ സ്മോക്ക് മാത്രമല്ല, കിച്ചണിലെ സ്മെല്ല്, അതുപോലെ മോസ്കിറ്റോ കോയിൽ, വെഹിക്കിൾസിൽ നിന്ന് വരുന്നതൊക്കെ നിങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കി നല്ല വെന്റിലേഷനുള്ള ഏരിയയിൽ എപ്പോഴും നിൽക്കാനും ശ്രദ്ധിക്കുക. AC അല്ലെങ്കിൽ വെതർ ചേഞ്ചസ് ആണ് നിങ്ങളുടെ വേറൊരു ട്രിഗർ എന്നുണ്ടെങ്കിൽ കഴിയുന്നതും വളരെ ചൂട് കൂടിയ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് വളരെ തണുപ്പ് കൂടിയിട്ടുള്ള AC ഉള്ള റൂമിലേക്ക് കയറാതിരിക്കുക. അങ്ങനെ കയറുകയാണെങ്കിൽ തന്നെ ടെമ്പറേച്ചർ പലപ്പോഴും കുറച്ചിടാതെ കുറച്ചൊന്ന് ഹൈ ആക്കി വെക്കുക, ഒരു 26-27 വെക്കുക. ഒപ്പം തന്നെ മുഖത്തേക്ക് ഡയറക്റ്റായിട്ട് ACയുടെ ഇത് അടിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. തണുത്ത കാറ്റാണ് നിങ്ങൾക്ക് ട്രിഗർ ആവുന്നതെന്നുണ്ടെങ്കിൽ യാത്രയിൽ, ബൈക്ക് യാത്രയിലൊക്കെ സ്കാർഫോ അല്ലെങ്കിൽ എന്തെങ്കിലും മാസ്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. ചില ആൾക്കാർക്ക് വളരെ എരിവ് കൂടിയ സ്പൈസി ഫുഡ് എടുക്കുന്ന സമയത്ത് വല്ലാതെ ട്രിഗർ ആവുന്നുണ്ട്. ഇങ്ങനത്തെ ആൾക്കാർ എപ്പോഴും എന്താണ് നിങ്ങൾക്ക് ട്രിഗറിങ് ആവുന്നത് ഫുഡിൽ എന്നുള്ളത് ശ്രദ്ധിക്കുകയും എടുക്കുന്ന ക്വാണ്ടിറ്റി കുറയ്ക്കുകയും അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് സ്പൈസി ആയിട്ടുള്ളത് കുറയ്ക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ആവും. മറ്റൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം സലൈൻ നെയ്സൽ റിൻസ്, അതുപോലെ തന്നെ സലൈൻ നെയ്സൽ സ്പ്രേ ആണെങ്കിലും നിങ്ങളുടെ മൂക്കിനകത്തുള്ള ഇറിറ്റൻസിനെ കളയാനും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇറിറ്റേഷൻ കുറയ്ക്കാനും സാധിക്കും. എപ്പോഴെങ്കിലും മൂക്കടപ്പ് വരുന്ന സമയം നമ്മൾ ഓടിപ്പോയി ഫാർമസിയിൽ പോയിട്ട് ഏതെങ്കിലും നെയ്സൽ ഡീകഞ്ചഷൻ സ്പ്രേ ഉപയോഗിക്കാതിരിക്കുക. കാരണം ഇത് സ്ഥിരമായി വരുന്ന ഒരു ശീലമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീബൗണ്ട് കഞ്ചഷൻ എന്നുള്ള ഫിനോമിന വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് പിന്നെ മൂക്കടപ്പ് സ്ഥിരമായി അങ്ങനെ തന്നെ നിൽക്കാനും സാധ്യത കൂടുതലാണ്. അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ നെയ്സൽ സ്പ്രേ എത്ര ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം, ഇത് അധികമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ നെയ്സൽ കഞ്ചഷനിലേക്ക് തിരിച്ചെത്തിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ സിംറ്റംസ് ആയിട്ടുള്ള തുമ്മലാണെങ്കിലും മൂക്കൊലിപ്പാണെങ്കിലും മൂക്കടപ്പാണെങ്കിലും എപ്പോഴാണ് ട്രിഗർ ആവുന്നത്? എപ്പോഴെങ്കിലും ഡസ്റ്റ് തട്ടുന്ന സമയത്താണോ, പെർഫ്യൂംസിൻ്റെ ആണോ, സ്മോക്കിൻ്റെ ആണോ, അഥവാ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആണോ? താഴത്ത് കമൻറ്റ് ചെയ്യുക.